അതിദാരുണമായൊരു വാർത്തയാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടും നായിൻ്റെ നടുക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളത്തിന് സമീപത്തെ ഓടയിൽ വീണാണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. ആഭ്യന്തര ടെർമിനൽ പരിസരത്ത് പ്രവർത്തിക്കുന്ന കഫയുടെ മാലിന്യക്കുഴിയിലാണ് കുട്ടി വീണത്. രാജസ്ഥാൻ സ്വദേശി റിദാൻ ജാജുവാണ് മരിച്ചത്. കുഞ്ഞിനെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം കാണാതാവുകയായിരുന്നു. ഇന്ന് നടത്തിയ തിരച്ചിലാണ് മാലിന്യക്കുഴിയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയത്. ആശുപത്രിയിലേക്ക് അതിവേഗം എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതികരണത്തിലേക്ക്. നനച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് ഒരു കൊച്ചിനെ കാണാനില്ല എന്നും പറഞ്ഞ് അമ്മ അന്വേഷിക്കണ്ടായി. ആ ചായക്കടയിൽ നിന്ന് അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അന്വേഷിക്കേണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഇഷാൻ എന്ന് പറഞ്ഞ ആ കൊച്ചിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും കൂടി ചെന്നു അന്വേഷിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ആ എയ്ഡ് പോസ്റ്റിൻ്റെ ബാക്കിലേക്ക് ഓടിപ്പോയിണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഞാനും ആ അമ്മയും വന്നു അവിടേക്ക്. അവിടെ കാണാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചു റോഡിലേക്ക് ഓടിപ്പോണ്ടെങ്കിലും വല്ലവരും തട്ടിക്കൊണ്ടാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പോലീസുകാർ അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അമ്മ എന്നാൽ പോലീസുകാരോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടുന്ന് ഓടി വന്നിട്ട് അച്ഛൻ ഈ ചെത്തിയുടെ കടയക്കടെ ചാടി അങ്ങോട്ട് കിടക്കലും ഈ കുഴിയിൽ നിന്ന് കൊച്ചിനെടുത്ത് പൊക്കാണ്. പൊക്കി കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ വിറകൊള്ളി വരികയുണ്ട് കൊച്ച്. അപ്പം ഞാൻ വേഗം ഓടിച്ചെന്ന് അതിൻ്റെ കാല് രണ്ടും പൊക്കിയിട്ട് ഇങ്ങനെ പുറത്തിട്ട് തട്ടി. അപ്പോഴത്തേക്കും ആൾക്കാർ എൻ്റെ നൂലോളിയിട്ട് എൻ്റെ അമ്മയും ആൾക്കാരും ഒക്കെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിയാൽ സെക്യൂരിറ്റി വന്നിട്ട് അതിൻ്റെ വയറ് അമർത്തി ചെളിവെള്ളമൊക്കെ പുറത്തേക്ക് കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂക്ക് അയാൾ ചപ്പി വലിച്ച് കുറേ അഴുക്കൊക്കെ മൂക്കിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രീപെയ്ഡ് ടാക്സി വന്ന് കൊച്ചിനെ അപ്പോഴേക്കും കൊണ്ടുപോയി ആശുപത്രിയിലേക്ക്.